നാട്ടിൽ സംഭവിക്കുന്ന വാർത്തകൾ ജനങ്ങളിലെത്തിക്കുന്ന ഒരു ചാനലിന്, ഒരു ദൃശ്യമാധ്യമത്തിന് എങ്ങനെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഈ അടുത്ത കാലത്ത് പല ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സിന്ധു സൂര്യകുമാറിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ വന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. അതുവരെ നേർക്കുനേർ പരിപാടിയുടെ വാർഷികത്തിനും ആയി ബന്ധപ്പെട്ടിട്ട് സിന്ധു സൂര്യകുമാർ അടക്കം വിനു വി ജോൺ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിൽ മുതലാളിമാർ ഇടപെടുന്നില്ല, മാനേജ്മെൻറ്റ് ഇടപെടുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ്. കൃഷ്ണരാജ് വക്കീലൊക്കെ വളരെ മോശം വൃത്തികെട്ട പോസ്റ്റ് ഇട്ടപ്പോൾ അതിനൊരു മറുപടി പറയാൻ പോലും സിന്ധു സൂര്യകുമാർ തയ്യാറായില്ല. എന്തോ ആയിക്കോട്ടെ, പോക്സോ കേസ് കഴിഞ്ഞ് സഖാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സഖാവ് രജനീകാന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വന്ന സിന്ധു സൂര്യകുമാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. രാഷ്ട്രീയത്തിൽ എങ്ങനെ ഒരു കേസുമായി ഇവർ ഇടപെടൽ നടത്തി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിച്ച ഒരു വാർത്തയിലേക്ക് തന്നെ തിരിച്ചു പോകാം. പോൾ മുത്തൂറ്റ് വധം, അതുമായി ബന്ധപ്പെട്ട് ഒരു എസ്കത്തി വരികയും പ്രതിയുടെ അമ്മ എസ്കത്തി ഇവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ള വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റിലൂടെ നടത്തുകയും ചെയ്തത് എക്കാലത്തെയും ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് വേണം വിശ്വസിക്കാനായിട്ട്. കാരണം ആ എസ്കത്തി പിന്നീട് ഒരിക്കലും ഏഷ്യാനെറ്റ് അന്വേഷിച്ച് പോയില്ല എന്നുള്ളതാണ്. CBI അന്വേഷിച്ചിട്ട് കുറ്റപത്രം കൃത്യമായിട്ട് ആയോൻ്റെ പശ്ചാത്തലത്തിലോ അല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലോ ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടു. CBI സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോയില്ല. ഏഷ്യാനെറ്റിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. നമുക്ക് ആ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാം. മയക്കുമരുന്ന് കേസിൽ ഒരിക്കൽ അറസ്റ്റിലായിട്ടുള്ള പോൾ ജോർജിന്റെ ബിസിനസ് ബന്ധവും ഗുണ്ടാ ബന്ധവും മറ്റ് ഇടപാടുകളും ഒരുപാട് ദുരൂഹതയുണർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പല സുപ്രധാനമായ കാര്യങ്ങളും പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്ന ധാരാളം പേർ ഈ നാട്ടിലും പുറത്തുമെല്ലാം ഉണ്ട്. പോളിനൊപ്പം രണ്ടു വണ്ടികളിലായി ഉണ്ടായിരുന്ന ഗുണ്ടാ നേതാക്കൾക്ക് ഓം പ്രകാശിനും പുത്തൻപാലം രാജേഷിനും പോൾ ജോർജുമായി ഉണ്ടായിരുന്ന ബന്ധം എന്താണ്? ഓം പ്രകാശും പുത്തൻപാലം രാജേഷും പോൾ ജോർജിനൊപ്പം ഒരേ വണ്ടിയിലാണോ സഞ്ചരിച്ചത്? സ്വന്തം വണ്ടി ഗുണ്ടാ നേതാക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം അവരുടെ വണ്ടിയിൽ ഒറ്റയ്ക്കാണോ പോൾ ജോർജ് സഞ്ചരിച്ചത്? ഒരു കൊട്ടേഷൻ സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ രണ്ട് ഗുണ്ടാ നേതാക്കൾ ഒപ്പമുണ്ടായിട്ടും എന്തുകൊണ്ട് പോൾ ജോർജിനെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചില്ല? സാമാന്യ ബുദ്ധിയിൽ വിരിയുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരുത്തരവും ഇതുവരെ ആകൃതിയിലുള്ള കത്തി മുഖ്യപ്രതി കാരി സതീഷിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. പോലീസ് വന്ന് ഇതിലും കൂടെ വന്ന് കയറി. ചങ്ങനാശ്ശേരി AC റോഡിൽ പോൾ മുത്തൂറ്റ് കൊല്ലപ്പെടുന്നു. കാരി സതീഷ്, ജയചന്ദ്രൻ എന്നിവരാണ് പ്രതികൾ. അവർ കൂടെയുള്ള ആളുകളാണ് പ്രതികൾ. ഉണ്ടായ സംഭവങ്ങളൊക്കെ വിൻസെൻ്റ് എംപോൾ അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുന്നതിൻ്റെ വാതിൽക്കലെത്തി നിൽക്കുമ്പോഴാണ് ഒരു എസ്കത്തി ഏഷ്യാനെറ്റായിട്ട് കൊണ്ടുവരുന്നത്. അത് പ്രതിഭാഗം അഭിഭാഷകൻ്റെ ഒരു പരിപാടിയാണ്. ഇതേ പരിപാടി തന്നെ നമ്മൾ പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമീറുൽ ഇസ്ലാം എന്നുള്ളതാണ് പ്രതി, അനാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ മറ്റൊരു പ്രതി ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് പ്രതിയുടെ സഹോദരൻ. അതെ, ഒരേ നാടകമാണ്, കഥാപാത്രങ്ങൾ മാത്രമാണ് മാറുന്നത്. ഇതിനൊക്കെ കൊടപിടിച്ചു കൊടുക്കുന്നത് വളരെ പരിണതപ്രജ്ഞനാണെന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഓം പ്രകാശും രാജേഷും പുത്തമ്പാല രാജേഷും ഗുണ്ടകൾ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പറയുന്നവർ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിലുണ്ടെന്ന് പറയുകയും അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും CBI അവരെ പ്രതി ചേർക്കാതിരിക്കുമ്പോൾ, കേരള പോലീസ് പ്രതി ചേർത്തു എന്ന അവരെ CBI പ്രതി ചേർക്കാതിരിക്കുമ്പോൾ പോലും ഏഷ്യാനെറ്റിന് വികാരം വരുന്നില്ല എന്നുള്ളതിടത്താണ് ഏഷ്യാനെറ്റിൻ്റെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയേണ്ടത്. പലർക്കും ഇത് ഒരു ഓർമ്മ മാത്രമായിരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയെങ്കിലും കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ പല ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. ഇന്ന് കോടിയേരിക്ക് വേണ്ടി ഇവർ വാദോരാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ഇവർ പറയട്ടെ, ഇവരുടെ കാലം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണെന്നുള്ള സത്യം അത് മുമ്പിൽ ഇങ്ങനെ സത്യമായി നിൽക്കുകയാണ്. ഞങ്ങളുടെ ടാഗ് ലൈൻ നേരോടെ നിർഭയം നിരന്തരം എന്ന് തന്നെയാണ്. പറയുന്നില്ല, പരാതികൾ ഓഫ് കോഴ്സ് ഉണ്ടാകാം, അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, വിമർശനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. നേരത്തെ ശ്രീ VD സതീശൻ പറഞ്ഞത് ഒരു ഭംഗിവാക്കല്ല. കേരളത്തിൽ എന്നാൽ ഇന്ത്യയിൽ തന്നെ നിക്ഷേപകർ, അതായത് ഈ സ്ഥാപനത്തിന് പണം മുടക്കിയ ആളുകൾ എഡിറ്റോറിയൽ ഇടപെടാത്ത ഏക സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കും. അത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം. ഇതിലുള്ള ഇവർ പറയുന്ന ഒരു കാര്യങ്ങളോടും ഇവർക്ക് യാതൊരു വക ബാധ്യതയും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിൽ നടന്ന പല കാര്യങ്ങളും. നമുക്കറിയുന്ന പോലെ വാളയാർ കേസിൽ ഇവരെടുത്ത നിലപാടുകൾ
ഇപ്പോൾ സത്യസന്ധമായി ആ കുട്ടികൾക്ക് നീതി ലഭിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഇവർക്ക് യാതൊരു വക ആവേശവും വരുന്നില്ല. കാരണം അവിടെ രാഷ്ട്രീയം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, യാഥാർത്ഥ്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നിരവധിയായ കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ ഇതുമായി പറയാനുണ്ട്. ഇതൊരു തുടക്കമാണ്, പറയേണ്ടതുണ്ട്, പറയുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.